കൂട്ടുവാനോട്ടാ ജോത്സരെ ഒന്നും കൂടെ ഒന്നൊരു കാര്യം പറയട്ടെ. എന്താണ്? ഓ ഇങ്ങോട്ടോ അവിടെ ഒന്ന് അമ്മമാര് കേൾക്കും. അതെ, ഡാഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാല. അവൻ സാമ്പത്തികപരമായിട്ട് മൊത്തം പൊട്ടിയിരിക്കണേണ്. അതുകൊണ്ട് പുഴക്കരയിൽ വെച്ചിട്ട് ചെറിയൊരു കർമ്മം നടത്തി അസ്ഥി പുഴയിൽ എടുക്കുന്ന ഒരു കണ്ടീഷനിൽ പിടിക്കണം. സഞ്ജയന മടിയന്ത്രം 40. പഞ്ചമി ദോഷമുണ്ടെങ്കിൽ അതിന് കർമ്മം വേറെ ചെയ്യണം. പിന്നെ ഗണപതി ഹോമം, ഭഗവതി സേവ, ഒരു 1.5 ലക്ഷം രൂപ. ആഹാ, അന്ന് നാട് നോക്കാൻ പറഞ്ഞ നീയൊക്കെ എന്താണാ പറഞ്ഞത്? പറ്റിലെഴുതിക്കോളാം. അതൊരു തമാശ പറഞ്ഞല്ലേ ക്ഷമി. തമാശ? ജ്യോതിഷം ശാസ്ത്രമാണ്. അതിന്റെ മുമ്പ് തമാശ കളിച്ചാലേ പണി കിട്ടും. ജോത്സരെ ഇപ്പൊ പണി കിട്ടാതിരിക്കാൻ ഇപ്പൊ എന്താ? ഇന്നത്തെ ദക്ഷിണ ഡബിൾ ആക്കി തരാം. വേണ്ടെങ്കിൽ വേണ്ട, അതിനെ കാശ് നേരത്തിന് തരാന്ന്. വേണ്ട വേണ്ട, അന്നത്തെ പോലെ പറ്റിലെഴുതിക്കാല്ലേ കയ്യിൽ വെച്ചാ മതി. അവിടെ നിൽക്കി തരാം. കൊണ്ട തിങ്ങ. പരേതന്റെ പേരും ജന്മനക്ഷത്രം എന്താ? പേര് ദാസൻ. നക്ഷത്രം? നക്ഷത്രം അറിഞ്ഞൂടാ. നക്ഷത്രം ഒന്ന് ഓർത്തു നോക്കി. അശ്വതി ഭരണി കാർത്തിക. ആ കൊച്ചച്ഛൻ്റെ നക്ഷത്രം കാർത്തിക എന്ന് നേരത്തെ പറഞ്ഞാണ്. ഞാനപ്പോ പറഞ്ഞാണ് കാർത്തിക. അപ്പൊ ദാസ് കാർത്തിക. മരണ നക്ഷത്രം? Which star he dead? What? His dead star. Dead star? What's that? ഇയാളുടെ ഡെഡ് സ്റ്റാറേ മരണ നക്ഷത്രം ഏതാ കൊച്ചേ? ദാറ്റീസ്. ദൈവമേ, ഇതിനോട് എങ്ങനെയാ പറയാ? മരിച്ചെന്നാണ് ചത്തതേ. Do you remember the date of death? It's required for the after death ceremony. Yeah, he died on 20th April. ഏപ്രിൽ 20 മരിച്ചതെന്ന്. ഏപ്രിൽ 20. അപ്പൊ സമയം ടൈം? I don't know. When I reached there, he was already dead. ഇയാള് ചെന്നപ്പോഴേക്കും മരിച്ചു കിടക്കുമായിരുന്നു. ഓ, അപ്പൊ ടൈം ഇല്ലാതെ നോക്ക. ആ ദക്ഷിണ കൊടുത്ത് തന്നോളൂ. ദക്ഷിണ ഇത് വേറെടാ. ശനി, ശുക്രൻ, രാഹു, കേതു എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, നല്ല മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദോഷവും ഇല്ല. What did you just say? Death is good. Good death. Good death? ഡെത്ത്. ഒന്ന് പോകച്ചാണ്. രാജ്യത്തിന് പുറത്ത് വെച്ച് മരിച്ചത് കൊണ്ടും ഇത്രയും ദിവസം ആയതുകൊണ്ടും സഞ്ജയനാദി കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് കടവിൽ വെച്ചൊരു പൂജ ചെയ്ത് ചിതാഭസ്മം പുഴയിൽ ഒഴിക്കാൻ മതി. അത് മതി അത്രേ ഉള്ളു കാര്യം. കർമ്മ ഇപ്പൊ ചെയ്യണം. നാളെ ചെയ്യാം. ഒരു 10-നും 11-നും ഇടയ്ക്ക് കൊടുക്കാം. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, താ ശ്രദ്ധിച്ചിരുന്നാ മതി. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനെ മനസ്സിൽ വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക. രാജേഷിന്റെ പെങ്ങളാണ് രാജി. ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ് ആക്ടിങ് ഉണ്ടല്ലോ, ആക്ടിങ്. ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താണെന്നറിയോ? പൈസയൊക്കെ പേടിച്ചിട്ട്. ചേച്ചി, ഇപ്പൊ തന്നെ വൈകി. ഞാൻ പിന്നെ വരാട്ടാ. ഇനി ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല.
ആ മോളെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരസൊക്കെ എവിടെ? അവര് കഴിക്കണം. ആ തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ. തെരേസയോട് ഒന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവൾ ഒരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളും. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ പോരെ? ആ അതിപ്പോ ചോദിച്ചോളൂ. രാജേഷേ, ആ എന്തായി ഒറ്റ ചോദിച്ചാ? പറയാം. കൊച്ചച്ചൻ കാശുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാ? ആ ഉണ്ട്. എത്ര? അത് പലപ്പോഴായിട്ടൊരു 8 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അത് ഇവളുടെ മേടിച്ചിട്ടാ. ആണോ? ആ കാശ് തിരിച്ചു മേടിക്കാൻ കൂടിയിട്ടാ ഇവളിങ്ങോട്ട് വന്നേക്കണേ. അത് കൊടുത്തില്ലെങ്കിലാ? ഇവള് പോവില്ല. പോവില്ലേ? തനിക്ക് ഞാൻ തവിടില്ല. അപ്പൊ ദേ വന്നേക്കണ സണ്ണിക്കുട്ടി. എന്താ കഥ എന്ന് പറ. തരാം, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് തരാം. What? നൗ ടൈറ്റ്. ഇത്ര ടൈറ്റില്ല. Okay. ഓ ഓക്കെ. Yeah, fine. ഓക്കെ എന്നാ പോ. ഓക്കെ, Can we let's go? go. Teresa, he's saying he'll give it the money after some time. ഇവിടുത്തെ ട്രോഫി ഒന്നും പോരാഞ്ഞിട്ടാ. ചൈനന്ന് ഒരെണ്ണം. രാജേഷേ, ഞാൻ മൂന്നമ്പക്കലിനെ കണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയാളോടൊക്കെ പോയി പറയാൻ പോണത്? എടാ വക്കീല് ചോദിച്ചു ചൈനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നേക്കണെന്ന്. അത് കൊച്ചച്ഛൻ്റെ അക്കൗണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. അതെ. എടാ നീയും ചൈനക്കാരിയായിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കേസ് നിലനിൽക്കൂലെന്നേ പറഞ്ഞ മനസ്സിലായ. പക്ഷേ ഈ മാനുഷികമായി നോക്കുമ്പോ മനുഷ്യമായിട്ട് കൊടുക്കാൻ നിന്റെ കാശുണ്ട്. അതില്ല. ആ അപ്പൊ ഒരു കാര്യം ചെയ്യേ, സന്തോഷമായി നീ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുമായിട്ട് കമ്പനിയായി അവളോട് നിന്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയുക. അപ്പോ എന്നിട്ട് അവള് പറയും ഹൈ രാജേഷ് എന്നുവെച്ചാ? ഹൈ രാജേഷ്, എനിക്ക് കാശ് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് അവള് പോക്കറ്റിൽ നിന്ന് കുറച്ച് ചൈനീസ് പൈസ എടുത്ത് തിന്നു. എന്നിട്ട് അത് നിനക്ക് തന്നിട്ട് തോളത്തിനോട് തട്ടിട്ട് പറയും ഗുഡ് ബൈ രാജേഷ്, കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അവൾ അങ്ങനെ തിരിച്ചു. എങ്ങനെയല്ലേ? ശരിക്കും പിന്നല്ലാണ്ട് ആടാ. അതല്ലേ? ആ ഐഡിയ കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇടപെടി സംസാരിക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടാളും ഒറ്റയ്ക്കാണേ, മുറിക്ക് കഥയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഉൾഗ്രമത്തിൽ നിന്നും ഇങ്ങനെ വല്ലതും ആയിപ്പോയാ മാറി പന്നച്ചറ്റ കോണച്ച ഉപദേശം തന്നിട്ടും ഇതിലും പേര് ആ കോപ്പന്റെ പാട്ടായിരുന്നല്ലോ. അല്ല ചുമ്മാ പറഞ്ഞ പോടും. വല്ലതും കിട്ടണ മധുരി നിനക്ക് കിട്ടിയില്ലേ? നമുക്ക് സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചാലോ മച്ചാനെ? ദേവള് അച്ചായിനക്കാരി ഇവള് മാർക്ക് ഇന്ത്യക്കാരന്മാര് ഇഷ്ടമാണെന്നാണ് കേൾക്കണത്. മറ്റേ കാര്യത്തിന് ഒന്ന് മുട്ടിയൊക്കെ കിട്ടും. What do you want? വേണ്ട എന്താന്ന് ഞാൻ പറയാടി. പരിഷ്കാരിയാണ്, ഉടണ്ട നല്ല മുന്തിയനാണ്. ഞാനില്ല, ഞാൻ വർക്കിന് പോകണം. നീ പോണേ പോകൂ. നിങ്ങൾ അടിച്ചോ. എനിക്ക് എന്ത് വേണം? എനിക്ക് ഗ്ലാസും വെള്ളം കൊടുക്ക്. ആ തരാം. ഞാനും എന്നൂടെ നീ വരുന്നവരെ ഇവിടെ മിണ്ടിയും പറഞ്ഞിരുന്നോളാം. അല്ല മുത്തേ ചെങ്ങനെങ്ങാണ് പോയി ബാഗം നോക്കി. Someone tried to hurt me. ആന്ധ്രയാണോ പോയെ? ആരോട് ചോദിച്ചിട്ട്? ഹലോ. Rajesh! യെസ്. Rajesh!
എന്ത് Someone tried to hurt me. എന്ത് Nobody understands me here. അതെ സമ്മൺ ട്രൈ ടു ഹേർഡ് മീ എന്ന് വെച്ചാൽ എന്താടാ? വെള്ളം കൊണ്ടുപോടാ. ആ അവളങ്ങനെ തപ്പത്തില്ല ചോദിക്കണം മച്ചാനെ. എവിടാ നിന്റെ ചൈനക്കാരി? എന്താണ്? അവിടെ നിന്ന് വെറുതെ ഒന്ന് ചവിട്ടി. അതെന്തിനാണെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. ചവിട്ടിനുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. കാണും. അത് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. വീട്ടിൽ കയറണ്ട. എന്താടാ നീ എന്റെ കൈ വെറുതെ വെളിപ്പെടുത്തരുത്. വീട്ടിൽ കയറാൻ പറ്റൂല. കോളറി പിടിക്കുന്നുണ്ടോ? എന്തിനാണ് എന്റെ ഫോൺ എടുത്ത് ഷെങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ തട്ടിക്കൊണ്ടു ഇതൊക്കെ ഞാൻ രാജേഷ് വിമാനാണല്ലോ വീട് കിടക്കുന്നത്. അല്ല ഷെങ്ങനാണെണ്ണം കൊടുത്താ നേരാണോ I have no other way. എന്താ വെച്ചാ വേറെ നിവൃത്തിയില്ലായിരുന്നു. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അല്ല അത് ഈ സിറ്റുവേഷൻ വെച്ച് ഊച്ചു പറഞ്ഞാ ചോദിക്ക. ആക്രമണത്തിന് പ്രത്യാക്രമണം. സഖാവ് മാവോട് അതേ രീതി. Thank you. ഇനി ഈ പെങ്കൊച്ചിന്റെ പരിസരത്തങ്ങനെ നിന്നെ കണ്ട കാപ്പ കുത്തിയാത്താകും. എന്തിനാടാ എന്നിട്ട് വേണം പോളോ മക്കളെ. എന്നിട്ട് പോടാ പറയണേറ്റ് പോടാ എടുത്തോണ്ട് പോടാ പോടാ. ചൈനയുടെ അതിന്റെ കളി. ജാക്കി ചായന്റെ പടം കണ്ട പോലെ ഉണ്ടായിരുന്നു. ചൈനീസ് ആക്കന്മാരെ നീക്കം കണ്ട് പഠിക്കേ.